നമുക്കെല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് എപ്പോഴും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. എസ്പെഷ്യലി പെണ്ണുങ്ങളിലാണത് കൂടുതൽ കാണുന്നത്. കാര്യം ലൈക്ക് നമുക്കറിയാം, ഇപ്പോൾ എൻ്റെ അമ്മയാണെങ്കിലും ചേച്ചി ആയിക്കോട്ടെ വൈഫായിക്കോട്ടെ, ഇവരായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞുണ്ടല്ലോ, അവർക്ക് സത്യം പറഞ്ഞ ഒരു പാരഡൈസിലെത്തിയ ഫീലിംഗ് ആയിരിക്കും. ഞങ്ങൾക്ക്, അതായത് നമ്മളിപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതെപ്പോൾ കഴിയും എന്ന് ആലോചിച്ച് അവിടെ വെയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് വരാറുണ്ട്. എന്തായാലും നമ്മൾ ഡ്രസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പേരാണ് സുഡിയോ. ബിക്കോസ് നമുക്ക് പ്രൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പൊതുവേ നമ്മളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക്. അപ്പോൾ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് നല്ല ഡ്രസ്സ് കിട്ടുന്നൊരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും അങ്ങോട്ടായിരിക്കും ചാടി വീഴുന്നത്. അപ്പോൾ സുഡിയോ ഇപ്പോൾ വളരെയധികം ജനകീയമായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് ഷോറൂമുകളുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10ഓളം സ്റ്റുഡിയോ എങ്കിലും കാണും. 10 മീതെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം കാക്കനാട് തന്നെ ഏകദേശം 3 ഉണ്ട്, എടപ്പള്ളിയിലുണ്ട്, ഒബ്രോൻ്റെ അടുത്തുണ്ട്, ഒത്തിരി സ്ഥലങ്ങളിൽ, കടവന്ത്ര, അവിടെ ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്റ്റുഡിയോ ഉണ്ട്. പക്ഷേ നിങ്ങളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ സ്റ്റുഡിയോയിൻ്റെ ഒരു പരസ്യം പോലും നമ്മളെവിടെയും കാണില്ല. നിങ്ങൾ ടി വിയിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ ഈവൻ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പോലും നമ്മൾ സ്റ്റുഡിയോയിൻ്റെ ഒരു സ്പോൺസേർഡ് ആഡ് നമ്മൾ കാണാറില്ല. യെസ്, അപ്പോൾ ₹1 പോലും പരസ്യത്തിന് ചിലവാക്കാതെയാണ് ഇന്ന് സ്റ്റുഡിയോ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള സക്സസ് നേടിയിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ സ്റ്റുഡിയോയിനെ കുറിച്ച് നമ്മളെപ്പോഴും പോകാറുള്ളൊരു ഷോപ്പും കൂടിയാണ്. അപ്പോൾ സ്റ്റുഡിയോനെ കുറിച്ച് ഞാൻ ചില റിസർച്ചുകളൊക്കെ നടത്തി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി എനിക്ക് ആ റിസർച്ചിൽ നിന്ന് കിട്ടി. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതിനൊപ്പം കുറച്ച് വിഷമിപ്പിക്കുന്ന, നമ്മളുടെ ഡെയിലി പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു വിഷമം തരുന്ന വാർത്തയും കൂടി എനിക്കിന്ന് പറയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്. അതിലേക്ക് വരാം. വലിയ വിഷമമൊന്നുമില്ല, ചെറിയൊരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിന് മുന്നേ മൈ ഡിയർ ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് കൃഷ്ണൻ ആണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പതിപോലെ നമ്മൾ നേരെ കിടക്കുന്നു ഇന്നത്തെ പാട്ടിലേക്ക്. ഇടരാതെ ഞാൻ കയ്യിൽ കൈ ചേർക്കവേ, മയിൽ പീലി പാളും പോലെ നോക്കുന്നുവോ, തണുക്കാതെ മെല്ലെ ചേർക്കും നേരത്തു നീ വിറയ്ക്കുന്നു മെയ്യും മാറും വേറെന്തിനോ, ഉസ് ഹാത്ത് കോ तुम थाम लो, वो मेहरबान कल हो न हो, हर पल यहाँ जी भर जियो, जो है समा कल हो न हो. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ. യെസ്, അപ്പോൾ പാട്ട് കേട്ട് റിഫ്രഷ് ആയെങ്കിൽ നമ്മൾക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ സ്റ്റുഡിയോനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇപ്പോൾ നമ്മളുടെ സിറ്റിയിൽ തന്നെ ഇപ്പോൾ ഒരു സ്ഥലത്ത് സ്റ്റുഡിയോ ഉണ്ട്, നമ്മൾ സ്ഥിരം അവിടെ പോകാറുണ്ട് എന്ന് വിചാരിച്ചോ. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഈ സിറ്റിയുടെ തന്നെ വേറൊരു സൈഡിൽ കൂടി പാസ് ചെയ്യുമ്പോൾ അവിടെ പുതിയൊരു സ്റ്റുഡിയോ വന്നേക്കുന്നത് കണ്ടാൽ എന്താണെന്നറിയില്ല, നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാം എന്നുള്ളൊരു തോന്നൽ വരാറുണ്ട്. ആൻഡ് ദാറ്റ്സ് റിയലി വിയേർഡ്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാര്യം എല്ലാ സ്റ്റുഡിയോയിലും ഓൾമോസ്റ്റ് കളക്ഷൻസൊക്കെ സെയിം തന്നെയാണ്. വേറെ ഏത് കടയാണെങ്കിലും നമുക്കങ്ങനെ തോന്നാറില്ല. അറ്റ്ലീസ്റ്റ് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ലൈക്ക് അവിടെ ആ കടയുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, വേണമെങ്കിൽ ഇവിടെ ഒന്നുകൂടി കയറി നോക്കാം. ബിക്കോസ് നമുക്കറിയാം അവിടെ ഉള്ളത് തന്നെയല്ലേ ഇവിടെ ഉള്ളതെന്നുള്ളൂ. പക്ഷേ സ്റ്റുഡിയോൻ്റെ കാര്യത്തിൽ പലർക്കും അങ്ങനെയല്ല. ഈ കാര്യം ഞാൻ എൻ്റെ പേഴ്സണലി ചില ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവരും പറഞ്ഞിരുന്നു, ശരിയാണ്, പുതിയൊരു സ്ഥലത്ത് സ്റ്റുഡിയോ വന്നേക്കുന്നുണ്ട് കഴിഞ്ഞാൽ എന്തോ കയറാൻ തോന്നാറുണ്ട്. അങ്ങനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന എന്തോ ഒരു സാധനം അതിലുണ്ട്. എന്തായാലും ഈ സ്റ്റുഡിയോൻ്റെ കഥ തുടങ്ങുന്നത് ഏകദേശം 1998 അന്ന് ലാക്മേ ഇന്ത്യയുടെ ഏകദേശം 50% ഷെയർ ടാറ്റ, നമ്മുടെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്, അവർക്ക് വിൽക്കുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പൈസ വെച്ചിട്ട് ട്രെൻഡ് എന്നൊരു സംഭവം ടാറ്റ രൂപീകരിച്ചു. ട്രെൻഡ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം ടാറ്റ റീറ്റെയിൽ എൻ്റർപ്രൈസ് ലിമിറ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ട്രെൻഡ് രൂപീകരിച്ചിട്ട് അതിലേക്കാണ് അന്ന് ഈ ലാക്മേ ഇന്ത്യയുടെ ഷെയർസ് വിറ്റ് കിട്ടിയ പൈസ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ടാറ്റയുടെ വളർത്തമ്മയായിട്ടുള്ള സിമോൺ ടാറ്റ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുണ്ട്.
അപ്പോൾ സിമോൺ ടാറ്റയെ ഈ ട്രെൻഡിൻ്റെ മേധാവിയായിട്ട് നിയമിക്കുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ അന്നത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോസ്മെറ്റിക് വിപണിയിലേക്ക് ഇറങ്ങുക, കോസ്മെറ്റിക് ഐറ്റംസ് വിൽക്കുന്ന എന്തെങ്കിലും ഒരു ചെയിൻ പോലെ തുടങ്ങുക എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ടൈമിൽ നമ്മുടെ രത്തൻ ടാറ്റയുടെ വളർത്തമ്മയായിട്ടുള്ള സിമോൺ ടാറ്റ പറഞ്ഞത് കോസ്മെറ്റിക്സ് ഇപ്പോൾ അത് ചെയ്യണ്ട, ബിക്കോസ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് അതിന് റെഡിയല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് അതിന് പറ്റിയതല്ല, അറ്റ്ലീസ്റ്റ് ഈ ഒരു സമയത്ത് അത് പറ്റിയതല്ല, നമുക്ക് വസ്ത്ര വ്യാപാര വിപണിയിൽ എന്തെങ്കിലും നോക്കാം എന്ന് നിർദ്ദേശിച്ചത് പുള്ളിക്കാരിയാണ്. അങ്ങനെയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വെസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ടാറ്റ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ വെസ്റ്റ് സൈഡ് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ വിപണിയിൽ പേരെടുത്ത ഒരു ബ്രാൻഡാണ്. അതായത് അവരുടെ ഫസ്റ്റ് ഷോറൂം വരുന്നത് സദേൺ മുംബൈയിലായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം പേരെടുത്തു, നല്ല സ്റ്റൈലായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ആൾക്കാർ അവിടെ വന്നിട്ട് വാങ്ങാനായിട്ട് തുടങ്ങി. നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒട്ടുമിക്ക ഇന്ത്യയിൽ ഇപ്പം നിൽക്കുന്ന കിടിലൻ ട്രെൻഡുകളൊക്കെ, ഇപ്പം ജീൻസും കുർത്തിയും പോലുള്ള ട്രെൻഡുകളൊക്കെ വെസ്റ്റ് സൈഡ് വഴിയാണ് വന്നിട്ടുള്ളത്. അതുപോലെ കുറേ ട്രെൻഡുകളുണ്ട്. പക്ഷേ എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിങ്ങനെ അടിപൊളി ക്വാളിറ്റിയുള്ള നല്ല സ്റ്റൈലായിട്ടുള്ള ഉടുപ്പുകൾ കിട്ടും. ഇന്നും ആ പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉടുപ്പ് എല്ലാം കിട്ടും, പക്ഷേ അവിടെ പ്രൈസ് ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പം ഞാനും വൈഫാണെങ്കിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴും സ്റ്റുഡിയോ ആണ് വരുന്നത്. അപ്പോൾ സ്റ്റുഡിയോയിൽ കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ വെസ്റ്റ് സൈഡിനെ പറ്റി ചിന്തിക്കുന്നത്. ഇനി അതല്ല, വെസ്റ്റ് സൈഡിൽ അന്വേഷിക്കാമെന്ന് പറയുമ്പോൾ ഞങ്ങൾ മുഖത്തോട് വന്ന് നോക്കിയിട്ട് പറയുന്ന കാര്യമുണ്ട്. പക്ഷേ വെസ്റ്റ് സൈഡിൽ സാധനം നല്ലതായിരിക്കും, പക്ഷേ പൈസ കുറച്ച് കഠിനമാണ് എന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് വലിയൊരു ഭൂരിഭാഗം ഇന്ത്യക്കാരും ചിന്തിച്ചത്. ആൻഡ് അത് റിസൾട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ആൾക്കാർ വന്ന്, അതായത് ഇന്ത്യയിലെ ഏറ്റവും സാധാരണക്കാർക്ക് എപ്പോഴും വന്ന് ഡ്രസ്സ് എടുക്കാൻ പറ്റിയ ഒരു ഓപ്ഷനായി മാറാനായിട്ട് വെസ്റ്റ് സൈഡിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ പയ്യെ വെസ്റ്റ് സൈഡിന് ആ ഒരു ഇത് കിട്ടാതായപ്പോഴത്തേക്കും അത് സൈഡായി. പിന്നെ വിപണിയിൽ മൊത്തത്തിൽ ഒരു വസ്ത്ര വ്യാപാര വിപണിയിൽ മൊത്തത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് വെസ്റ്റ് സൈഡിന് പറ്റിയില്ല. അപ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യം രത്തൻ ടാറ്റയുടെ മുമ്പിൽ വന്നപ്പോൾ അതിനുത്തരമായിട്ടാണ് സിമോൺ ടാറ്റ സുഡിയോ എന്ന ഓപ്ഷൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ സുഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവർക്കുണ്ടായിരുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് 1000 രൂപയിൽ താഴെയുള്ള സാധനങ്ങൾ മാത്രമേ അവിടെ വിൽക്കാൻ പാടുള്ളൂ. എന്നാൽ കൂടി ആ ഷോറൂം നല്ല പ്രീമിയം ആയിരിക്കണം, നല്ല മോഡേൺ ആയിട്ടുള്ള നല്ല സ്റ്റൈലായിട്ടുള്ള ഷോറൂംസ് ആയിരിക്കണം എല്ലാം. അതുപോലെ തന്നെ എപ്പോഴും അവിടെ നല്ല സ്റ്റൈലായിട്ടുള്ള ഡ്രസ്സുകൾ വിൽപ്പനയ്ക്ക് ഉണ്ടാവണം. വില കുറവാണെങ്കിൽ കൂടി ഈ ഡിസ്കൗണ്ട് ഷോപ്പിംഗ് മാത്രം ചെയ്യാനായിട്ട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലം പോലെ അതാവരുത്. അതായത് നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന പോലെ ഇടയ്ക്കിടെ വന്നിട്ട് ആൾക്കാർക്ക് ഷോപ്പ് ചെയ്യാൻ തോന്നിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ഷോറൂം ആവണം എന്നുള്ളതൊക്കെയായിരുന്നു അവരുടെ ഐഡിയ. അതുപോലെ തന്നെ ടയർ 2, ടയർ 3 സിറ്റീസിൽ ഷോറൂംസ് വരണം എന്നുള്ളത് അവരുടെ വേറൊരു ഇതായിരുന്നു. ടയർ 2, ടയർ 3 എന്ന് പറയുമ്പോൾ കുറച്ച് ലെസ് ഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ടയർ 1 സിറ്റീസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റീസാണ്. അപ്പോൾ ടയർ 2, ടയർ 3യിലും ഷോറൂംസ് വരണം എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ ഒരു നിർബന്ധം തന്നെയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു സ്റ്റുഡിയോ നമ്മളിലേക്ക് ഒക്കെ എത്തുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഷോറൂം എന്ന് പറയുന്നത് 2016 ലോഞ്ച് ചെയ്യുന്നത്. അതും ബാംഗ്ലൂരിലെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഇത് ലോഞ്ച് ചെയ്ത ദിവസം ഏകദേശം 2-3 കിലോമീറ്ററോളം ട്രാഫിക് സ്തംഭിക്കുന്ന രീതിയിൽ അവിടെ തിരക്കായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ഏറെക്കുറെ ശരിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. കാര്യം ഇവിടുത്തെ ഈ വിലയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പം എൻ്റെ സ്റ്റുഡിയോനെ പറ്റിയുള്ളൊരു ഓർമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്രോൺ മോളുടെ ഓപ്പോസിറ്റ് നമ്മളുടെ എറണാകുളത്തുള്ളവർക്കറിയാം, അവിടെയാണ് ഞാൻ ആദ്യത്തെ സ്റ്റുഡിയോ കാണുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് എന്താണെന്ന് പോലും മനസ്സിലായിരുന്നില്ല. ആൻഡ് ആ സ്റ്റുഡിയോൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് H&M ഉണ്ട്. H&M അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് സ്റ്റുഡിയോ വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചത്, ഞാൻ കേട്ടിട്ടില്ലാത്ത ഏതോ പ്രീമിയം ബ്രാൻഡ് ഇവിടെ വന്നേക്കുന്നതാണ്, എല്ലാം നല്ല വിലയായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ആ കടയുടെ അകത്ത് കയറിയിട്ട് അവിടെ അവർ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളും അതിൻ്റെ പ്രൈസ് ടാഗ് കണ്ടപ്പോൾ ഞാൻ ലിറ്ററലി ഞെട്ടിപ്പോയി. ഇത് തന്നെയാണ് അന്ന് 2016 കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ സംഭവിച്ചത്. ആൾക്കാർ ഇതെല്ലാം വന്ന് കണ്ടിട്ട് നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മറ്റ് ബ്രാൻഡിനേക്കാളും വിലക്കുറവ് കണ്ടിട്ട് എല്ലാവരും ഞെട്ടുകയാണ്. അപ്പോൾ പിന്നെ മൗത്ത് പബ്ലിസിറ്റിക്ക് സത്യം പറഞ്ഞാൽ വേറൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ ഇവർക്ക് നമ്മളുടെ കൊച്ചിയിലും ആകെ വേണ്ടിയിരുന്ന അതാണ്. ആദ്യത്തെ കുറച്ച് ആൾക്കാർ കയറിയാൽ മതി, അവർ ബാക്കിയുള്ളവരടുത്ത് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും അങ്ങോട്ട് വന്നോളും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവണം. എന്തായാലും ആ രീതിക്ക് തന്നെയാണ് സ്റ്റുഡിയോ ഇവിടെയും നമുക്ക് പോപ്പുലർ ആയിട്ടുള്ളത്. പിന്നെ ഈ ലോക്ക്ഡൗൺ വന്നത് സത്യം പറഞ്ഞാൽ സ്റ്റുഡിയോനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹം തന്നെയായിരുന്നു എന്ന് പറയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്താണ് നമുക്കറിയാം ഒത്തിരി ബിസിനസ്സുകൾ
പൂട്ടിപ്പോയ അവസ്ഥയുണ്ടായി, ഒരുപാട് കെട്ടിടങ്ങൾ ഒഴിഞ്ഞ് കിടന്നിട്ടുള്ള അവസ്ഥയുണ്ടായി. അപ്പോൾ ഈ സ്റ്റുഡിയോ ബ്രാൻഡ് ചെയ്തെന്താണെന്ന് വെച്ചാൽ ഈ ഒഴിഞ്ഞ് കിടക്കുന്ന പല കെട്ടിടങ്ങളും ഇവർ എടുക്കുകയുണ്ടായി. എന്നിട്ട് വൺസ് ലോക്ക്ഡൗൺ ഒന്ന് വന്ന ടൈം ആയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇവർ ഒരുപാട് ഷോറൂംസ് ലോഞ്ച് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അടുത്തതായിട്ട് സ്റ്റുഡിയോയിൻ്റെ ചില വരുമാന കണക്കുകൾ ഞാൻ പറയാം കേട്ടോ. 2019 സ്റ്റുഡിയോ ഉണ്ടാക്കിയ വരുമാനം എന്ന് പറയുന്നത് 204 കോടിയാണ്. 2020 478 കോടി. ആ ടൈമാണ് പിന്നെ ലോക്ക്ഡൗൺ ഇതൊക്കെ വരുന്നത്. 2021 480 കോടി വരുമാനമുണ്ട്. ഇത് 2022 എത്തിയപ്പോഴത്തേക്കും 1108 കോടിയാണ് സ്റ്റുഡിയോൻ്റെ വരുമാനം എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പോൾ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ 2023 സ്റ്റുഡിയോൻ്റെ വരുമാനം എന്ന് പറയുന്നത് 3537 കോടിയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 7-8 വർഷം കൊണ്ട്, അതായത് ഒരു റെവല്യൂഷണറി ആയിട്ടുള്ളൊരു ചേഞ്ചാണ് സ്റ്റുഡിയോ നമ്മുടെ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ നമ്മൾ വളരെ ചീപ്പായിട്ട് ഡ്രസ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ റോഡ് സൈഡിലെ കടകൾ നമ്മൾ ആശ്രയിക്കണമായിരുന്നു. ഇപ്പോൾ എറണാകുളത്തൊക്കെ ഉള്ളവർക്കറിയാം, നമുക്ക് മേനക സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്നും റോഡ് സൈഡിൽ ഡ്രസ്സ് വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഞാനൊക്കെ അവിടെ പോയി വളരെ സജീവമായിട്ട് ഷോപ്പ് ചെയ്തിരുന്ന ആളാണ് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ കാണാൻ നല്ല സ്റ്റൈലായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ കിട്ടും, പക്ഷേ ക്വാളിറ്റിയിൽ നമ്മൾ നല്ല രീതിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടത്തില്ല. ബട്ട് സ്റ്റിൽ അന്ന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് അവിടുന്ന് അത്യാവശ്യം ഡ്രസ്സുകൾ കിട്ടുമായിരുന്നു. ഇപ്പോൾ കോളേജിലൊക്കെ എന്തെങ്കിലും പരിപാടി വരികയാണ്, പെട്ടെന്ന് ഒരു പുതിയ ഡ്രസ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു അങ്ങനെയുള്ള ഷോപ്സ്. അപ്പോൾ അവിടെയൊക്കെ പോയിരുന്ന ആൾക്കാർക്ക് ഏകദേശം അതേ പ്രൈസിൽ, ആ വിലക്കുറവിൽ ഒരു പ്രീമിയം ഷോറൂമിൽ കയറി ഷോപ്പ് ചെയ്ത് ഇറങ്ങാം എന്നുള്ള ആ ഒരു സാധനം നമുക്ക് തന്നെ തരുന്ന ഒരു ഫീൽ ഗുഡ് ഫാക്ടറുണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കണം ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിനെയും യങ്സ്റ്റേഴ്സിനെയും ഈ സ്റ്റുഡിയോയിലേക്ക് ആകർഷിക്കാനായിട്ടുള്ള ഒരു കാരണം എന്നെനിക്ക് തോന്നുന്നു. കാര്യം സ്റ്റുഡിയോയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമുക്കൊരിക്കലും വളരെ ചീപ്പായിട്ട് ഉള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നതെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരില്ല. പിന്നെ വില കുറവാണെങ്കിൽ കൂടി ക്വാളിറ്റിയിലും എനിക്ക് അധികം പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ടീഷർട്ട് അടക്കം സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആൻഡ് ഈ ടീഷർട്ടിന് ഏകദേശം 1.5 വർഷത്തോളം പഴക്കം ആയിട്ടുണ്ട്. എന്നാൽ ഞാനിപ്പോഴും വളരെ സജീവമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടീഷർട്ടാണിത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആ രീതിയിൽ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാവാം സ്റ്റുഡിയോ ഇത്രയും ജനകീയമായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും വളരെ കിടിലം ഒരു ഇൻസ്പയറിങ് സ്റ്റോറി തന്നെയാണ് സ്റ്റുഡിയോയുടേത്. നമ്മളുടെ ഇവിടെ സത്യം പറഞ്ഞാൽ ബിസിനസ്സൊക്കെ ചെയ്ത് വരാൻ പല ആൾക്കാർക്കും മടിയാണ്, അല്ലെങ്കിൽ പേടിയാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി പ്രോപ്പറായിട്ടുള്ള നോളജ് ഇല്ല. പക്ഷേ വലിയ സ്വപ്നങ്ങളായിട്ട് ബിസിനസ് ചെയ്ത് വിജയിക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ബിസിനസ് സ്റ്റുഡിയോ പോലെ തന്നെ ഫ്ലറിഷ് ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അങ്ങനെ ആ സ്റ്റുഡിയോൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അതോടൊപ്പം നമ്മളുടെ പോഡ്കാസ്റ്റും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നേരത്തെ പറഞ്ഞ വിഷമകരമായ ചെറിയൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അത് വൺ ആൻഡ് ഓൺലി ഡെയിലി മലയാളം പോഡ്കാസ്റ്റ് എന്നുള്ളൊരു ടാഗ് നമ്മളുടെ പോഡ്കാസ്റ്റിൽ നിന്ന് മാറാൻ പോവുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡെയിലി ഇനി ഒരു എപ്പിസോഡ് ഉണ്ടാവില്ല. ആഴ്ചയിൽ 3 ദിവസമായിരിക്കും എപ്പിസോഡ് ഉണ്ടാവും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ കൺസിസ്റ്റൻ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. ഞാൻ ഇതിപ്പോൾ 3ാമത്തെ ആഴ്ചയാണ് നമ്മൾ ഓരോ ദിവസം എപ്പിസോഡ് ഇട്ട് പോകുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റും കൺസിസ്റ്റൻ്റായിട്ട്. പക്ഷേ ഞാൻ ആഴ്ചയിൽ ഒരു 3 എപ്പിസോഡിലേക്ക് മാറാമെന്ന് തീരുമാനിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളുടെ ടൈമും എഫേർട്ടും ഇടുമ്പോൾ, കാര്യം എനിക്കിത് ഇത്ര ഈസി ആയിട്ട് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കിതിന് പ്രത്യേകിച്ച് വേറെ കോസ്റ്റൊന്നുമില്ല. എൻ്റെ എഫേർട്ട് മാത്രമേ ഉള്ളൂ, എൻ്റെ ടൈമും എഫേർട്ടുമാണ് ഇതിന് വേണ്ടത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, ഞാൻ അത്രയും ടൈമും എഫേർട്ടും ഇടുന്ന സമയത്ത് എനിക്ക് ആ രീതിയിലുള്ളൊരു റിട്ടേൺ ഇതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കൂടുതലും ആൾക്കാർ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മളുടെ മെയിൻ ചാനലിലുള്ള ഡെയിലി ഷോർട്സും വ്ളോഗ്സും അതുപോലുള്ള കോണ്ടൻറ്റ്, അല്ലെങ്കിൽ നമ്മളുടെ Q&A ഒക്കെ ഞാൻ ചെയ്തിരുന്നു മുന്നേ, അതുപോലുള്ള കോണ്ടൻറ്റാണ് ആൾക്കാർ കൂടുതൽ, വലിയൊരു മെജോറിറ്റി ആൾക്കാർ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ തോന്നി തുടങ്ങി. കാര്യം ഞാൻ ഈ പോഡ്കാസ്റ്റിലേക്ക് വലിയ ടൈമും എഫേർട്ടും തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാര്യം ഒരാഴ്ചത്തെ ഫുള്ള് എപ്പിസോഡ്സ് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അതിൻ്റെ റിസർച്ചിനും ഈ സ്റ്റോറീസൊക്കെ കണ്ടുപിടിക്കാനുള്ള സമയം വേണം, അത് ഷൂട്ട് ചെയ്യാൻ, അത് എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള സമയം വേണം. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഹാർഡ് വർക്ക് നമ്മൾ ഇടുന്ന സ്ഥലം റൈറ്റ് സ്ഥലമാണെങ്കിലാണ് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മളുടെ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി ആ നമ്പർ കുറവാണ്. അപ്പോൾ പ്രത്യേകിച്ച് റിട്ടേൺ കിട്ടാത്ത ഒരു സ്ഥലത്ത് വേണമെങ്കിൽ എനിക്ക് എഫേർട്ട് കുറച്ച് ലിമിറ്റ് ചെയ്യാം, എന്നിട്ട് കൂടുതൽ ആൾക്കാർ
റെസ്പോൺസ് തരുന്ന ഒരു മെജോറിറ്റി ആൾക്കാരുള്ള സ്ഥലത്തേക്ക് എനിക്ക് ഇവിടുന്ന് എഫേർട്ട് എടുത്തിട്ട് ആ എഫേർട്ട് അവിടെ ഇടാം എന്നുള്ളൊരു തോന്നലും തിരിച്ചറിവ് വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ മാറ്റുന്നത്. അല്ലാതെ എനിക്ക് മടിയുണ്ടായിട്ടോ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടോ ഒന്നും അല്ല കേട്ടോ. ഇതെനിക്ക് ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് വേറെ പൈസ ചിലവൊന്നുമില്ല, സുഖമായിട്ട് എനിക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ എന്നാൽ കൂടി മറ്റേ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരാവശ്യം ഉണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ പൈസ വേണമല്ലോ. അപ്പോൾ ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാം എനിക്ക് എൻ്റെ ടൈം എഫേർട്ടും കൂടുതലായിട്ട് അവിടെ കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുള്ളത് കൊണ്ട് നമ്മളുടെ പോഡ്കാസ്റ്റുകൾ ഇനി തുടങ്ങി ചൊവ്വ, വ്യാഴം, ശനി ആഴ്ചയിൽ 3 എപ്പിസോഡായിരിക്കും. ചൊവ്വാഴ്ച, വ്യാഴാഴ്ച, ശനിയാഴ്ച. ടൈമിലും ചെറിയ വ്യത്യാസമുണ്ട്. വൈകുന്നേരം 4 മണിക്കായിരിക്കും നമ്മളുടെ എപ്പിസോഡ്സ് വരിക. അപ്പോൾ സോഫാർ നിങ്ങളെൻ്റെ എല്ലാ എപ്പിസോഡ്സും ഒന്നും വിടാതെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഇനി എല്ലാ ആഴ്ചയിലും 3 എപ്പിസോഡ്സ് വീതം വരുന്നതായിരിക്കും. അത് ഇതിലും ഇൻട്രസ്റ്റിംഗ് ആക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ, അതുപോലെ ഗസ്റ്റുകളുണ്ടാവും, കോൺവെർസേഷൻ ടൈപ്പ് പോഡ്കാസ്റ്റുകളുണ്ടാവും. അങ്ങനത്തെയൊക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി പകുതി ആയിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അവസാനിക്കുന്നതിന് മുന്നേ നമുക്ക് ഇന്നത്തെ കോഡ് വേണ്ടേ? കോഡ് എന്താണ് തരിക എന്ന് വെച്ചാൽ, വെസ്റ്റ് സൈഡ് തുടങ്ങി കഴിഞ്ഞിട്ടാണല്ലോ സ്റ്റുഡിയോയിലേക്ക് എത്തിയത്. കാര്യം സ്റ്റുഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര കോമൺ ആയിപ്പോൾ. അപ്പോൾ വെസ്റ്റ് സൈഡ് എന്ന് വെക്കാം നമുക്ക് ഇന്നത്തെ കോഡ്. അപ്പോൾ #വെസ്റ്റ് സൈഡ് വെച്ച് കമൻറ്റ് ചെയ്ത് സുഹൃത്തുക്കളെ. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് ലാസ്റ്റ് വരെ കേട്ടിട്ടുണ്ടെന്ന്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സ്റ്റേയിങ് വിത്ത് മീ. 3 ആഴ്ചയോളം നമ്മൾ സക്സസ്ഫുള്ളി എത്തി. ഇനി അങ്ങോട്ടും ഉണ്ടാവും, പക്ഷേ ഈ പറഞ്ഞ പോലെ ലിമിറ്റഡ് ആയിരിക്കും എന്ന് മാത്രം. അപ്പോൾ നമുക്കിനി വരുന്ന ചൊവ്വാഴ്ച കാണാൻ പറ്റും എന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് കൃഷ്ണൻ. ആൻഡ് ഐ എം സൈനിങ് ഔട്ട് ഫ്രം സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്.